ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് റോസ് ഫ്ലവറാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാ കളർ നൂലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോട്ടാ. ആദ്യം 60 ചെയിൻ ഇടുക കേട്ടോ, സ്ലിപ്പ് നോട്ട് ഇടുക. അതിന് ശേഷം 60 ചെയിൻ ഇടുക. ചെയിൻ ഇടാനായിട്ട് ആദ്യം നൂല് ക്രോസ് ചെയ്ത് വെക്കുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക, ക്രോസ് ചെയ്ത് വയ്ക്കുക, അടിയിലേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അങ്ങനെയാണ് ഈ നമ്മൾ ചെയിൻ ഇടുക. ഈ ചെയിനേനെയാണ് യാൺ ഓവർ എന്ന് പറയണത്. അപ്പോൾ നമ്മൾ 60 ചെയിൻ ഇടാട്ടാ. ഓക്കെ, 60 ചെയിൻ ഇട്ടു, 60 ചെയിൻ ഇട്ടിട്ട് ഇനി ബാക്കിലേക്ക് 4ാമത്തെ ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. 4ാമത്തെ ചെയിന് ഇടാനായിട്ട് ഇതാ നോക്ക്, ഇവിടെയാണ് നമ്മൾ ഹുക്ക് ഇട്ടാക്കുന്നത്. അപ്പോൾ 1 2 3 4 ഈ ചെയിനിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തിരിച്ച് ഹുക്ക് ഇട്ടു 4ാമത്തെ ചെയിനിലേട്ടാ. 1 2 3 4 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിച്ചു, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, ഒരു ഡബിൾ ക്രോഷ ചെയ്തു. ഇത് നമ്മൾ ഡബിൾ ക്രോഷ ചെയ്ത ഹോളാണ്. ഇതാണ് ഡബിൾ ക്രോഷ ചെയ്താക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഒരു ഡബിൾ ക്രോഷ ചെയ്യണം. ആ ഡബിൾ ക്രോഷ ചെയ്യുന്നത് ഈ ഒരു ഹോള് കാണാല്ലേ, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യേണ്ടത്. അതായത് നമ്മൾ 4 ചെയിൻ ബാക്ക് ഹോൾഡ് എടുത്തിട്ട് ഡബിൾ ക്രോഷ ചെയ്ത ആ ഒരു ഹോളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് സെയിം 4 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ക്രോഷ ചെയ്യേണ്ടത്. വീണ്ടും ബാക്കിലേക്ക് 4ാമത്തെ ചെയിൻ 1 2 3 4 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. 4 ചെയിൻ ഇടുക. വീണ്ടും സെയിം ആദ്യ കണ്ട നെക്സ്റ്റ് ഹോള് അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. ഡബിൾ ക്രോഷ ചെയ്തു. വീണ്ടും ബാക്കിലേക്ക് 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളൊരു സ്റ്റിച്ചായിട്ടാണ് കൗണ്ട് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഡബിൾ ക്രോഷ ചെയ്തതിൻ്റെ ഒരു ചെയിൻ ഇത് കിടക്കണ കണ്ടില്ലേ ചെയിന്. അപ്പോൾ ഇത് നമ്മൾ കൗണ്ട് ചെയ്യില്ല, അതിൻ്റെ തൊട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 4th ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. 4 ചെയിൻ 3 4 വീണ്ടും സെയിം ഹോൾ ഡബിൾ ക്രോഷ ചെയ്യുക. മേക്ക് ഡേസി. ഇത് ചെയ്തില്ലേ, ഇതേപോലെ ഈ ഒരു തെറ്റം വരെ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു 2 3 ചെയിൻ എക്സ്ട്രാ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വരുന്ന ഇപ്പം 2 ചെയിനാണെന്നുണ്ടെങ്കിൽ ആ 2ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. മേലേക്ക് 4 ചെയിൻ ഇടുക, വീണ്ടും ഡബിൾ ക്രോഷ സെയിം ചെയിനിൽ ചെയ്യുക. അതേപോലെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ലേ. ഇപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയാക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇനി നമ്മളിതൊന്ന് വർക്കൊന്ന് തിരിച്ച് പിടിക്കുക. കണ്ടില്ലേ, തിരിച്ച് പിടിച്ചു. എങ്ങനെയാണ് ഈ നൂലിൽ, ഇത് നമ്മൾ ആ സ്ലിപ്പ് നോട്ട് ഇട്ട നൂലാണ്. ഈ നൂല് താഴ്ത്തേക്ക് വരുന്ന രീതിയിൽ ഇത്ര നേരം നമ്മളുടെ നൂല് ഇങ്ങനെ ഇരുന്ന് അതൊന്ന് തിരിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഇനി നമ്മൾ വർക്ക് ചെയ്യാനുള്ളത് ഈ റൗണ്ട് കണ്ടില്ലേ, ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ 10 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതിനെ ഈ യാൺ ഓവർ ചെയ്യുക,
ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക. ഒരെണ്ണം ഇപ്പം ചെയ്തു. ഇതേപോലെ 9 എണ്ണം ചെയ്യണം. ഓരോ വട്ടം ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗത്തിൽ പിടിച്ചിങ്ങനെ വലിക്കണം, അടുപ്പിച്ചാക്കണം കേട്ടോ. രണ്ടാമത്തെ, മൂന്ന്, 4, 5, 6, 7 എണ്ണം ചെയ്തു. ഏകദേശം ഈ ഒരു തെറ്റത്തെത്തിയിൽ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ പിടിക്കുക, ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുക. നീക്കി കൊടുത്തപ്പോൾ കണ്ടില്ലേ ഇത്ര സ്പേസ് വന്നത്. 3 എണ്ണം കൂടി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 8, 9, 10. 10 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ. ഇതാ 10 എണ്ണം ചെയ്തിട്ട് കണ്ടില്ലേ ഒരു പെറ്റലായി. ഇനി വരണ റൗണ്ട് എന്ന് പറയുന്ന അടിയിലാണ്. ഈ അടിയിൽ വരുന്ന ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്, ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, യാൺ ഓവർ ചെയ്യുക, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇപ്പോൾ അതാ കണ്ടില്ല ഒരു പെറ്റിൽ വന്നത്. ഇനി നെക്സ്റ്റ് ഹോള് നമ്മുടെ മേൽഭാഗത്താണ്. ഈ മേൽഭാഗത്ത് വരുന്ന ഈ ഹോളിൽ വീണ്ടും നമ്മൾ 10 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 1, 2, 3, 4, 5. ഓക്കെ, 5 എണ്ണമാണ് ചെയ്തത്. അതിങ്ങോട്ട് കുറച്ച് നീക്കി. 6, 7, 8, 9, 10 എണ്ണം ചെയ്തു. ഇനി അടുത്ത റോ വരുന്ന ഹോൾ വരുന്നത് താഴെ. അപ്പോൾ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ഇനി അടുത്ത ഹോള് മേൽഭാഗത്താണ് വരുന്നത്. മേൽഭാഗത്ത് വരുന്നതിൽ 10 സിംഗിൾ ക്രോഷ്യയും താഴെ വരുന്നതിൽ ഒരു സിംഗിൾ ക്രോഷ്യയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് മൊത്തം ചെയ്യാട്ടാ. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. മേൽഭാഗത്തുള്ള ഹോളിൽ 10 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1, 2, 7 എണ്ണം ചെയ്തു. ഇതൊന്നും ഇങ്ങോട്ട് നീക്കി. 8, 9, 10 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടിഭാഗത്ത് വരുന്നത് കാരണം അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ളതിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ.
ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വരെ ചെയ്തു കേട്ടോ. ലാസ്റ്റ് വരെ ചെയ്തിട്ട് 10 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി നമ്മൾ കുറച്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്യുക. കുറച്ച് നീളത്തിലാക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തു. അതിന് ശേഷം ഈ ഹുക്ക് ഇതിൻ്റെ മേലെന്ന് വലിച്ചെടുത്തു, പുറത്തേക്ക് വലിച്ചെടുത്തു. ഇപ്പോൾ ഇവിടെ കൊണ്ട് ടൈറ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇത് ഇവിടെ നീഡിലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നീഡിലെടുത്തിട്ട് സെയിം കളർ നൂല് കുറച്ചൊന്ന് ജോയിൻ ചെയ്തിട്ട് ഇത്ര മതി. രണ്ട് തെറ്റം കൂടി ജോയിൻ ചെയ്തു. നമ്മളിവിടെ ചെറിയൊരു നോട്ട് പോലെ ഇട്ടു കേട്ടോ. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇതേ വർക്ക് കണ്ടില്ലേ. ആദ്യത്തെ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ചുരുട്ടി കൊണ്ടുവരിക. അടിയിലേക്ക് കൊണ്ടുവരിക. കണ്ട, ഒരു ലെയറുകളുടെ ഇടയിലായിട്ട് വയ്ക്കേട്ടാ. ലാസ്റ്റ് വരെ എത്തിയപ്പോൾ കണ്ടില്ല ഇങ്ങനെ കേൾക്കുന്നത്. ഇനി ആദ്യമില്ലേ നമ്മുടെ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ ജസ്റ്റ് ബാക്കോട്ട് കണ്ടില്ലേ, ബാക്കോട്ട് ഒന്ന് തുന്നാട്ടാ. ഇല്ലേ, നന്നായി വലിക്കരുത് കേട്ടാ. ഇപ്പോൾ ബാക്ക് വരെ എത്തിയില്ലേ. അതിന് ശേഷം ഇതിങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് പെറ്റൽ. ആ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ, അടിയിലത്തെ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെയും ജസ്റ്റ് തുന്നിയെടുക്കുക. കണ്ടില്ലേ, ഇവിടുന്ന് ഓപ്പോസിറ്റ് അടിയിലത്തെയും മേലത്തെയും പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ കാണാനില്ലേ, ജസ്റ്റ് ഒന്ന് വലിക്കുക. നല്ലോണം അമർത്തി വലിക്കരുത് കേട്ടോ. അത് വലിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. തുന്നി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ഇനി വീണ്ടും ഇവിടെ നിന്ന്, അതായത് ഈ പെറ്റലിൻ്റെ ഈ ഒരു ഹോള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് വീണ്ടും സൈഡിൽ കൂടെ എടുത്ത് കുത്തുക. ഇത് സെക്യൂർ ആവണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നീഡിൽ കുത്തിയിട്ട് ടൈറ്റാക്കുക. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് അടിയിൽ നിന്ന് തിരിച്ചിങ്ങനെ കൊണ്ടുവരിക. ഓരോ വട്ടം ആക്കുമ്പോഴും പെറ്റൽ ഓക്കെ തന്നെയല്ലേ എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആക്കണം. ഓക്കെ, ഇപ്പോൾ അടിയിൽ നിന്ന് ഇതാക്കി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ നൂല് നമുക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കെട്ടാട്ടാ. ഈ ഒരു ഭാഗമാണ് പൊന്തിക്കണത്. അപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് കുത്തിയെടുക്കുക. കുറച്ച് ടൈറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം. കാരണം നമ്മൾ ഇപ്പോൾ കുത്തിയുള്ള എല്ലാ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെയാണ് തിരിച്ചിങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. തിരിച്ച് അപ്പുറത്തെ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചങ്ങോട്ട് കുത്തുക. അതിൽ ഏകദേശമൊക്കെ ടൈറ്റായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇപ്പോൾ ഏകദേശം ടൈറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ക്രോസ് ചെയ്തിട്ട് തുന്നിയെടുക്കുക.
കണ്ടില്ലേ? ഇനി ബാക്കി വരുന്ന നൂല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ നൂലാണ് ഒന്ന് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ട ഇവിടെ നിന്ന് ഈ പെറ്റൽ ഇവിടെ നിന്ന് പോകുന്ന മാതിരി നിൽക്കുന്നത്. അതിനെ ആ നൂലൊന്ന് നീഡിലിൻ്റെ മുകളിൽ കോർത്തിട്ട് ഓപ്പോസിറ്റുള്ള തൊട്ട് മുന്നത്തെ പെറ്റലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് തുന്നി വീണ്ടും തിരിച്ച് അങ്ങോട്ട് തുന്നാം. അപ്പോൾ അത് സെക്യൂറായി. കണ്ടില്ലേ? ഇനി ഈ ബാക്കി വരുന്ന 2 നൂലും കൂടിയിട്ട് ജസ്റ്റ് ഒന്നിവിടെ കെട്ടിയിടുക. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഊരി പോരാതിരിക്കാനാണ് നമ്മൾ കെട്ടിയിടുന്നത്. അപ്പോൾ കണ്ടില്ലേ? നമ്മുടെ ഈ ഒരു ഇതിങ്ങനെ ഒന്ന് മടങ്ങി. അപ്പോൾ കണ്ടില്ലേ റോസാപ്പൂ പോയേക്കണത്?